ഹലോ ഹലോ ഗായ്സ്, തണ്ണിമത്തൻ. അപ്പൊ നമ്മൾ നമ്മള് കനാലിലെ വെള്ളത്തിൽ നിന്ന് തണ്ണിമത്തൻ കഴിക്കുവാണ്. അന്ന് പറഞ്ഞായിരുന്നു തണ്ണിമത്തൻ കഴിച്ചപ്പോ കനാലിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമ്മളിപ്പോ കനാലിൽ നിന്ന് തണ്ണിമത്തൻ കഴിക്കാനല്ലേ. മാരക ടേസ്റ്റ് ഗൈസ്. തണ്ണിമത്തൻ 3-4 ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങള് കഴിച്ചു. അവസാനം ബാക്കി വന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പ്ലീസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വലിയ ഫാമിലിയായി മാറാൻ പറ്റുകയുള്ളൂ. നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ തരേണ്ടത് ഒരു വ്യൂവും ഒരു സബ്സ്ക്രൈബറും ആണ്. നിങ്ങളത് തരിക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സാധാരണക്കാര് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? കാരണം ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. എൻ്റെ ഫോണിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ക്ലാരിറ്റിയും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ ചെയ്യുന്ന വീഡിയോസ് മാത്രമേ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് അയക്കുന്നുള്ളൂ. അപ്പം ആർക്കെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങളതൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് സ്കിപ്പ് അടിക്കാതിരിക്കുക. എന്താണ് അതിലെ കണ്ടന്റ് എന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിത് ചോദിക്കാൻ കാരണം അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ക്യാമറയും ലാപ്ടോപ്പും നല്ല ക്വാളിറ്റിയുള്ള ഫോണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നവരുടെ വീഡിയോസ് മാത്രമേ റീച്ച് ആകുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ നിങ്ങൾ പ്രേക്ഷകർ കാണുന്നുള്ളൂ. ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നും കാണുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, കാണുന്നില്ല എന്നല്ല, അപമാനിക്കപ്പെടും. നമ്മളൊരു വീഡിയോ ചെയ്ത വീഡിയോയുടെ നിങ്ങളെ വീഡിയോ ആണ്, ശരി. പക്ഷേ നല്ലപോലെ റീച്ച് നിൽക്കുന്നവരുടെ വീഡിയോസ് ആണെങ്കിൽ അത് എന്ത് കാണിച്ചാലും അവരുടെ വീടിന് മുറ്റത്ത് ഒരു പൂ വിളിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പൂ വിരിയുന്ന വീഡിയോ ആണെങ്കിൽ പോലും അത് കാണാൻ മില്യൺസ് വ്യൂസ് ആയിരിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്താലും 1K പോലും ആ വീഡിയോ എത്താറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് 1K എങ്കിലും എത്തുന്നത്. ഒരു വിഷമം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ വിചാരിച്ച് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3, 4, 5 പ്രാവശ്യം കട്ട് ചെയ്ത് കളയും. വീണ്ടും ആണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്താണോ അപ്പം നമുക്ക് തോന്നുന്ന ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ 2 കുട്ടികൾ, ഒരു കനാൽ ബോയ്സ് എന്നറിയപ്പെടുന്ന അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അവർ കനാലിൽ കിടന്നുകൊണ്ട് തണ്ണിമത്തൻ കഴിക്കുന്നു, കനാലിൽ വെള്ളമില്ലാത്ത സമയത്ത് കഴിക്കുന്നത്, അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ അവരുടെ കുറച്ച് വീഡിയോസ് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വിവാദമായിട്ടുണ്ട്. അത് വിവാദമാക്കിയത് ആ പറയുന്ന ഇൻ്റർവ്യൂവിനെ എടുത്ത് റിയാക്ട് ചെയ്ത് നമ്മുടെ അൽത്താഫ് എന്ന് പറയുന്ന ഒരു നല്ല സാമാന്യം തെറ്റില്ലാത്ത നല്ലൊരു യൂട്യൂബറാണ്. പക്ഷേ നിങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ സാധാരണ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മൂപ്പൻ, അറിയാവോ? എനിക്ക് മൂപ്പൻ്റെ റിയാക്ഷൻ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് കൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുൽ, അനന്തു, മനു, ദേവ് ടോക്സ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവരൊക്കെ റിയാക്ട് ചെയ്യുന്ന രീതികളൊക്കെ ഭയങ്കര ഇഷ്ടം. അൽത്താഫിന് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സാധാരണക്കാരായ അവരെ ഇങ്ങനെ ഒരു പുച്ഛിച്ചതുപോലെ തോന്നി. എനിക്കത് വളരെയധികം വേദനിപ്പിച്ചു കേട്ടോ. നിങ്ങളിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളെപ്പോലെ തുടക്കക്കാർക്ക് വളരെയധികം എൻകറേജ്മെൻ്റ് ആണ് നിങ്ങൾ തരേണ്ടത്. അത് ഞാൻ മൂപ്പൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൻ്റെ സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ മൂപ്പൻ്റെ ചാനൽ കണ്ട സമയത്ത് മൂപ്പനൊരു ചാനലിനെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ആ കുട്ടി ആ വീഡിയോ ഇട്ടിട്ട് 7 ദിവസമായത്. ഞാൻ അത് കണ്ട സമയത്ത് 132 322 അത്രയാണ്ട് വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് ഉള്ളായിരുന്നു. പക്ഷേ മൂപ്പൻ നിങ്ങൾ ഈ വീഡിയോ കാണൂ എന്ന് പറഞ്ഞ് മൂപ്പൻ ആ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊണ്ട് പിൻ ചെയ്തിട്ടു. അപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും പോയി ആ വീഡിയോസ് ഫുള്ള് കണ്ടു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എത്രയായിരുന്നു, 10 പോയിന്റ് സംതിങ് 8 പോയിന്റ് സംതിങ് അത്രയും കണ്ട് വ്യൂസ് അതിനായി കഴിഞ്ഞു. അപ്പം മൂപ്പന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. മൂപ്പൻ അതിനകത്തുള്ള ക്ലിപ്പിങ്സ് എടുത്തിട്ടാൽ മതി. മൂപ്പന് ഓൾറെഡി നല്ല വ്യൂസ് ഉള്ള ആളാണ്. പക്ഷേ അങ്ങനെ മെൻഷൻ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ നല്ലപോലെ റീച്ചായി. ആ ചാനലിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ഓരോ ചാനലുകാരും. ഇപ്പം എന്നെപ്പോലെ ഞാനൊക്കെ വളരെ കുഞ്ഞു ഇതാണ്. എനിക്കൊന്നും എൻ്റെ വ്യൂസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ മനു, ദ ടോക്സ് അവരുടെയൊക്കെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, അതിൽ പറയുകയൊരു ചെയ്തിട്ടുണ്ടായിരുന്നു.
വളരെ കുറഞ്ഞ വ്യൂസ് മാത്രമേ എനിക്കുള്ളൂ. എന്തുകൊണ്ടാണ് വ്യൂ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ അവതരണ ശൈലി തെറ്റാണോ, ക്ലാരിറ്റി ആണോ, ക്വാളിറ്റി ആണോ, ഈ പറയുന്നതിലുള്ള മിസ്റ്റേക്കുകൾ വല്ലതും ആണോ, എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് വ്യൂസ് ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് അത് പറയുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ അവരുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്ങും കൊടുക്കാം. ഈ വീഡിയോ ക്ലിപ്പിങ്ങും കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പൊ നമ്മള് KFC കഴിക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മള് KFC കഴിക്കുവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. സാധാരണ കഴിക്കുന്ന ചിക്കൻ പോലെയാണ്. കുഴിമന്തിയിൽ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റണില്ല, അറിയാൻ. നിങ്ങൾ കണ്ടല്ലോ കുട്ടികളുടെ വീഡിയോസൊക്കെ. അപ്പം ഈ കുട്ടികള് അത്യാവശ്യം സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല റീച്ചൊക്കെ ആയിട്ട് പോകുന്നൊരു കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ വന്നു. വെറൈറ്റി മീഡിയ ആണെന്ന് തോന്നുന്നു, അതിൽ വന്നു. ആ വീട്ടിൽ വന്ന സമയത്ത് ആ കുട്ടികൾ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ആ കുട്ടികൾ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കഴിക്കാം, പക്ഷെ ബിരിയാണി അല്ല, ഞങ്ങൾ മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. മന്തി ആദ്യമായിട്ടാണ് കഴിക്കണേ. ആദ്യമായിട്ടാണ് വന്നത്. ഞങ്ങളത് തിയേറ്ററും പോയിട്ടില്ല. അതെ, തിയേറ്ററിൽ പോയിട്ടില്ല ഇതുവരെ. തിയേറ്ററിൽ പോയിട്ടില്ല, മന്തി കഴിച്ചിട്ടില്ല, വേറെ എന്തൊക്കെ ചെയ്തിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല. വീഡിയോ ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം അതിനെടുത്ത് റിയാക്ട് ചെയ്താണ് അൽത്താഫ് എന്ന് പറയുന്നത്. ആ അൽത്താഫിനെതിരെ റിയാക്ട് ചെയ്ത വ്യക്തികളാണ് നമ്മുടെ കൈസ്, അതുലും ഒക്കെ. ഈ അൽത്താഫ് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. അതും കൂടെ കണ്ടതിന് ശേഷം വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് രേഖപ്പെടുത്താൻ? തന്തയ്ക്ക് വിളിക്കാം, തള്ളയ്ക്ക് വിളിക്കാം, പൂർണ്ണ ഇവർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല, അതേപോലെ സിനിമ കണ്ടിട്ടില്ല. ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിനോ 3 നേരത്തെ ആഹാരം തികച്ച് കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ മേടിക്കാനുള്ള ഗതിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ്, കിട്ടേണ്ട കാര്യങ്ങളാണ്. കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല, ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ കണ്ടില്ല എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡല്ല. ആ മുതിർന്ന ആൾ, അയാൾക്ക് പ്രായപൂർത്തിയാണെന്ന് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ, ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും. അത് വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കൃത്യമായിട്ട് കഴിയാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന സിനിമയ്ക്ക് പോക്കും, മന്തി തീറ്റിയും, അതേപോലെ തന്നെ ട്രെയിൻ ട്രാവൽ എല്ലാം ഇതിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് പാടി ദുരിതവും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഈ അൽത്താഫ് എന്ന് പറഞ്ഞ വ്യക്തിയോട് വളരെയധികം ഒരു ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടായത്. കാര്യം ആ കുട്ടികൾ നാച്ചുറലി അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു, സത്യം ആയിക്കോട്ടെ കള്ളം ആയിക്കോട്ടെ അവർ പറഞ്ഞു. അതിനെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ അവരുടെയൊക്കെ ഒരു വില അവിടെ ഇടിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ പറഞ്ഞത് എന്താ, ഇവർ പറഞ്ഞു ഞങ്ങൾ ബിരിയാണി അല്ല നിങ്ങൾക്ക് മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു. അപ്പം ഒരു കുട്ടികൾ പറഞ്ഞു എന്താ ഞങ്ങൾ മന്തി കഴിക്കുന്ന ആദ്യമായിട്ടാണ്, മന്തി കഴിച്ചിട്ടില്ല. അതുപോലെ അപ്പോൾ ചോദിച്ചു നിങ്ങൾ ആദ്യമായിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല, ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാര്യം ഞാൻ എൻ്റെ കൊച്ചിലെ, അതായത് 4ലോ ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ കൂടെ അഞ്ജലി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട്. അവിടെ ഹരികൃഷ്ണൻസ് എന്നൊരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഫിലിം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞ് 2014 ജനുവരി 28 എൻ്റെ മാരേജ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തിയേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുള്ളത്. അറിയാവോ, അത് സത്യമാണ്. അപ്പം അതിന് ശേഷമാണ് ഞാനൊരു തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിനോടാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫിലിം എന്നുവെച്ചാൽ ഈ ഒരു ഹരികൃഷ്ണൻ സിനിമ കണ്ടതിന് ശേഷം ഞാനൊരു ഫിലിം കാണുന്നത് ഇതാണ്. അല്ലാതെ TV-യിൽ വരുന്ന സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ സീഡി എടുത്തോണ്ടൊന്ന് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ PG വരെ പഠിച്ച വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ കാലഘട്ടത്തിലൊന്നും കോളേജിൽ നിന്ന് പോലും ഒരു സിനിമ കാണാൻ പോലും പോയിട്ടില്ല. അപ്പോൾ അത് പറയുമ്പം പുറത്തുള്ളവർ പറയുമ്പോൾ പിന്നെ അത് സത്യമാണ്, ഒരു ഫിലിം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കൊല്ലം ബീച്ചിൽ പോയേക്കുന്നത് B.Ed പഠിച്ച സമയത്ത് ഞങ്ങളുടെ കോളേജിലെ ഫ്രണ്ട്സിനോടൊപ്പമാണ് ആദ്യമായിട്ട് ബീച്ചിൽ പോയിട്ടുള്ളത്. ഒരേ ഒരു തവണ കല്യാണത്തിന് മുമ്പ്. എൻ്റെ വീട്ടുകാരോടൊപ്പം ബീച്ചിൽ പോയിട്ടില്ല. പിന്നെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ കൊല്ലം ബീച്ചിൽ പോയിട്ടുള്ളത്. കൊല്ലം ബീച്ചിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, പോയിട്ടുള്ളത്.
അപ്പം ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല, ചെറു ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. ഞാൻ അതിൽ കമൻറ്റ് സെക്ഷനിൽ കണ്ടു KFCയുടെ കാര്യം. ഞാൻ ഇന്ന് വരെ KFC കഴിച്ചിട്ടില്ല, മനസ്സിലായോ? അപ്പം ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും നടക്കണമെന്നില്ല. ഇപ്പം എന്താ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, കപ്പലിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കുഞ്ഞുമക്കൾ, ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ യുഗം ആയതുകൊണ്ട് കുഞ്ഞുമക്കൾ പോലും എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തൊരു സ്കൂളുണ്ട്, സെൻറ്റ് വിൻസെൻ്റ് ICC പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ അവർ വീഗാലാൻഡിലേക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റിലാണ്. അവർ ഫ്ലൈറ്റ് യാത്രയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ, എനിക്കൊന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളായിരിക്കും, അവർ ആ ഫ്ലൈറ്റിൽ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എന്നൊരു വിഷമം അവിടെ വരത്തില്ല. അങ്ങനെ ഓരോ ഇതിൽ ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് മറൈൻ ഡ്രൈവ്, എറണാകുളം മറൈൻ ഡ്രൈവിൽ പോയി. അപ്പോൾ അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു, അതിൽ അന്ന് കയറി. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അതിൽ കയറുന്നത്, മനസ്സിലായോ? അപ്പം ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത അൽത്താഫിനോട് എനിക്ക് അത് പറയുന്നത് എന്താ, ബേസിക് നീഡല്ല. ബേസിക് നീഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ്, എന്താ വസ്ത്രം, പാർപ്പിടം, അതൊക്കെ അറിയാം നമുക്കും. ഇത് മാത്രം അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ബേസിക് നീഡ്സ് അതൊക്കെ തന്നെ, ഓക്കെ സെറ്റ്, അതല്ല ഞാൻ പറയാം. അവർ പറയുന്നില്ല ഞങ്ങൾക്ക് മന്തി വാങ്ങിത്താ, ഞങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോകും, ഞങ്ങളെ സിനിമ കാണിക്കുന്നൊന്നും അവർ പറയുന്നില്ല. അവതാരക ചോദിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് പറയാൻ ആഗ്രഹിച്ച പലതും പുറത്തു വന്നു, അത്രേ ഉള്ളൂ. അൽത്താഫ് കുറച്ച് കാര്യങ്ങളോട് പറയുന്നത്, നമുക്ക് അതുകൊണ്ടൊന്ന് കണ്ടിട്ട് വരാം. ചേച്ചിമാര് ചേട്ടന്മാര് കൈയും കാലും ഇല്ലാത്തൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ പലമാതിരി കൂലിവല ഈ ഒരു വെയിലത്ത് കിടന്ന് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് 10 പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ല്, അവർക്ക് മേടിച്ചു കൊടുക്ക്. വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോകേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത്, അവിടെ ബഹിരാകാശ നിലയത്തിൽ വരെ താമസിക്കുന്ന ഈ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പോകേണ്ടത്? നമ്മൾ ഡെവലപ്പ് ആവുകയല്ലേ ചെയ്യണ്ടേ? നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ യുവസമൂഹത്തെ ലഹരി ഉപയോഗിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ യുവസമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ അൽത്താഫ് പറയുന്നുണ്ട് അതിലെ മൂത്ത കുട്ടിക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. ഓക്കെ, സെറ്റാണ്. അവർക്ക് നമ്മളിപ്പോൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ജോലി വെച്ചേക്കുന്നില്ല. അത് എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ എന്താ വീഡിയോസൊക്കെ ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ അൽത്താഫിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അതിലൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ അതിവിടെ ഒന്ന് കാണിക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഒരു പയ്യനോട് അൽത്താഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. അത് പക്ഷെ ആ ഒരു ചോദ്യം ഒരു വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ നോക്ക്. അന്ത കേട്ടാത്ത നീ പ്രേമിച്ച അത്ര നാള് അറിയാതെ പ്രേമിച്ച് കേട്ടത്തില്ലല്ലോ? അറിയാതെ പ്രേമിച്ച്, പക്ഷെ പെങ്ങളായി പോയില്ലേ? തേക്കൂ നീ? തേക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പെങ്ങളെങ്ങനെ നമ്മള് കെട്ടുന്ന? നീ പെങ്ങളാന്ന് അറിയാതെ സ്നേഹിച്ചത്, നീ കാരണം ആ പെങ്കുച്ച് ഗർഭിണിയായി. നീ എന്തോ ചെയ്യും? അതിന്റെ ഗർഭിണിയാಗಿ ഞാൻ ഏറ്റെടുക്കും. എടാ അത് പെങ്ങളല്ലേ ഇവിടെ സ്വന്തം. പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ച് ഒരു തെറ്റൂടെ നീ ചെയ്യണോ? ഇല്ല, തെറ്റ് ചെയ്യത്തില്ല. അപ്പൊ കല്യാണം കഴിക്കത്തില്ല. പക്ഷെ ഞാൻ ഇനി വയറ്റുണ്ടാക്കില്ല, പെങ്ങളല്ലേ അത്. അങ്ങനെ ഉണ്ടായി പെങ്ങളത് പിന്നല്ലേ അറിയുന്നേ? പിന്നല്ലേ അറിയുന്നത്. എന്തോ ചെയ്യും? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തോ ചെയ്യും? നീ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കല്യാണം കഴിക്കോ വേണ്ട നോക്കോ? പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നത് അത് പെങ്ങളായി പോയില്ലേ, കെട്ടാൻ പറ്റത്തില്ലല്ലേ? എടാ കൊച്ചിനാ നീ ഗർഭിണിയായി. ഗർഭിണിയാന്ന് പറയും, ഇതെന്ത് ചോദ്യമല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കുട്ടികളുടെ വീഡിയോ എടുത്ത് അൽത്താഫിനെ പോലെ ഒരാൾ ഈ റിയാക്ട് ചെയ്ത് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഓക്കെ, എന്തിനെ എടുത്ത് റിയാക്ട് ചെയ്ത് നല്ലതിന് നല്ലതായിട്ട് റിയാക്ട് ചെയ്യണം, മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് റിയാക്ട് ചെയ്യണം. ഇത് നമ്മളുടെ ലാഭോച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനെയും കയറി അങ്ങ് വിമർശിക്കുക എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. ഓരോ വിഷയവും എന്താണെന്ന് മനസ്സിലാക്കുക പോലുമില്ല, ചുമ്മാ അങ്ങ് റിയാക്ഷൻ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, നല്ലപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എന്താ, ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് മൂപ്പൻ ചാനലാണ്. അത് ഭയങ്കര എന്താ ഒരു പോസിറ്റീവ് എനർജിയാണ് അത് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതിൽ അനന്തു, ഞാൻ പറഞ്ഞല്ലോ, കൈസ്, പിന്നെയാണെങ്കിൽ മായ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട്, പിന്നെ സ്മൃതിയുടെ വീഡിയോ ഉണ്ട്. എല്ലാവരുടെയും വീഡിയോസ് നോക്കോട്ടോ. എല്ലാവരുടെയും അകത്ത് കണ്ടതിന് ശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ ഒരു വിഷയം എടുത്ത് എൻ്റെ അഭിപ്രായം പറയാറുള്ളത്. പക്ഷേ നമ്മുടെ വീഡിയോസ് അതിനുവേണ്ടി ശ്രദ്ധിക്കപ്പെടാറില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും വലുതായിട്ട് എത്താറുമില്ല. ഓക്കെ, എന്തായാലും എനിക്കൊരു അപേക്ഷയുള്ളൂ, ഈ സാധാരണക്കാർക്കും അവരുടെ ആഗ്രഹങ്ങൾ
നടക്കണം. അതായത് അവർക്കും വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ കാണുന്ന വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമ്മളെ പോലുള്ള കുഞ്ഞു ചാനലുകളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയെങ്കിലും ആ കുട്ടികളെ വെറുതെ വിടുക. അവരെ വെച്ചിട്ട് ഇങ്ങനെ എന്താ എനിക്ക് എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. കാര്യം അവർ ആ ഒരു ഇന്നസെന്റ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഓരോ കുട്ടികളെയും നമ്മൾ എടുത്തു നോക്കി. എല്ലാവരും ഒന്നും എന്താ ആസ്വദിച്ച് വന്നവരൊന്നും ആയിരിക്കില്ല. ഇപ്പോഴും സിനിമാ തിയേറ്ററിൽ പോകാത്ത കുട്ടികൾ കാണും നമ്മുടെ ചുറ്റുവട്ടത്ത്. അപ്പം അവരെയൊന്നും ഇങ്ങനെ കളിയാക്കാതിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.